മൂന്നാർ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വാലിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ടേക്ക് കുറേ കൂടെ പോയി. അവസാനം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഫാം എത്തി. അവിടെ ഒരാൾക്ക് 100 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഗൈഡിനെയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് അവരുടെ ഫാക്ടറി. ഇവിടെയാണ് അവർ ഓരോ സ്പൈസസ് പ്രോസസ്സ് ചെയ്യുന്നത്. കുറേ വെറൈറ്റി പൂക്കളുള്ള പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിച്ച് വളരെ ഭംഗിയായുള്ള രീതിയിലായിരുന്നു ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏക്കർ കണക്കിനാണ് ഇവരുടെ ഫാം നിരന്ന് കിടന്നത്. പിന്നെ വിസിറ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടി കുറച്ച് കൃഷികൾ ഇവർ ഫാക്ടറിയുടെ അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഇവർ നമ്മളെ കാണിക്കുന്നത്. ഈ കാണുന്നതാണ് ടീ ട്രീ. ഇതിൻ്റെ ഇലയിൽ നിന്ന് അവർ ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഇല ഇങ്ങനെ ഞെരടി മനക്കണം. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ സ്ട്രോബെറി ചെടിയാണ് കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് എല്ലാം പച്ചയായിരുന്നു. അതുകൊണ്ട് പഴുത്ത സ്ട്രോബെറി പറിക്കാനുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഇത് കണ്ടോ, പഴുക്കാത്ത വെളുത്തിരിക്കുന്ന പച്ച സ്ട്രോബെറി. ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഇവരിത് ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഞങ്ങളെ വേറെ കുറേ ചെടികൾ കാണിച്ചു തന്നു കേട്ടോ. ഓരോ ചെടിക്കും ഓരോ മണമായിരുന്നു. എല്ലാ ആയുർവേദിക് പ്രോഡക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന ചെടികളാണെന്ന് തോന്നുന്നു. ഈ മൽബറി പോലിരിക്കുന്ന ഫ്രൂട്ട് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ബ്ലാക്ക്ബെറി. ഇതിപ്പോൾ ഗ്രീൻ കളർ ആയതേ ഉള്ളായിരുന്നു കേട്ടോ. ഇതിന് നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി ബ്ലാക്ക് ആവും. ഇവിടെ അത് കുറേ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചെടിയിൽ നിറയെ മുള്ളാണ്. സൂക്ഷിച്ച് പറിച്ചിൽ കയ്യിലതങ്ങ് കുത്തി അങ്ങ് കയറും. എന്തായാലും ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ സമ്മതിക്കണം. ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറിച്ച് തിന്നാനൊന്നും പറ്റിയില്ല. അങ്ങനെ ആ ചെടികളെല്ലാം കാണാനുള്ള യോഗമേ നമുക്കുള്ളായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു, ഈ ഫാമിൽ ചെടികൾ മാത്രമല്ല വലിയൊരു ഗുഹ കൂടി ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അതുകൂടെ കാണാമെന്നങ്ങ് വെച്ചു. കേവിലോട്ട് പോകുന്ന വഴിയൊക്കെ ഇവർ കമ്പൊക്കെ വെച്ച് കെട്ടി ഒരു നല്ല നാച്ചുറൽ ലുക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഗുഹ. സൂക്ഷിച്ചിറങ്ങിയില്ലേ തല കല്ലിച്ചെന്ന് ഇടിക്കും. അങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ച് മെല്ലെ അതിലേക്ക് ഇറങ്ങി. ഗുഹയുടെ അകത്ത് കല്ലിൽ എന്തൊക്കെയോ തമിഴിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. തമിഴ് അറിയാത്തതുകൊണ്ട് നമ്മളത് വായിക്കാൻ കൂടുതൽ മെനക്കെട്ടില്ല. നിങ്ങൾക്കിത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഗുഹയിലെ അന്തേവാസികൾ കുറച്ച് കുരങ്ങൻകുട്ടന്മാരായിരുന്നു കേട്ടോ. ആ ഗൈഡ് ചേട്ടൻ അവരെയൊക്കെ ഓടിച്ച് വിട്ടിട്ടായിരുന്നു ഞങ്ങളെ അകത്തോട്ട് കയറ്റിയത്. പാവം കുരങ്ങന്മാർ എന്തായാലും ഞങ്ങൾ പ്രാഗി കാണും. ഗുഹയുടെ അങ്ങേ വശത്ത് അവരൊരു ചെറിയ ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ഞങ്ങളൊന്ന് പേടിച്ചായിരുന്നു കയറിയത്. കാരണം ബ്രിഡ്ജ് കണ്ടിട്ട് അത്ര സ്ട്രോങ് ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് കയറി. ഇതിലൂടെ നടന്നപ്പോൾ നല്ലൊരു ഡെൻസ് ഫോറസ്റ്റ് കൂടെ നടക്കുന്നൊരു ഫീലായിരുന്നു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. അല്ലെങ്കിൽ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണല്ലോ. അങ്ങനെ ഈ വെള്ളച്ചാട്ടത്തോടു കൂടി ഫാം വിസിറ്റ് കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ.